തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ആകർഷണമാണ് തെച്ചിക്കാവ് രാമേന്ദ്രൻ. ഇക്കുറിയും തെച്ചിക്കാവ് രാമേന്ദ്രൻ തൃശ്ശൂർ പൂരത്തിൽ എത്തുന്നു. ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് വരുന്നത്. തെച്ചിക്കാവ് ദേവസ്വം ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കുറ്റൂരമ്പലത്തേക്കാണ് സാധാരണ നമ്മൾ പോവാറ്. ഇപ്രാവശ്യം അത് മാറ്റി ചെമ്പുകാവിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത അറിയാലോ. തിരുവമ്പാടിയും പാറമേക്കാവ് പ്രധാന പൂരങ്ങളും പിന്നെ മറ്റ് ഘടക അമ്പലങ്ങളിലാണ് ഈ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിർവഹിക്കുന്നത്. അപ്പോൾ ഈ മറ്റേ തിരുവമ്പാടിക്കും മറ്റേ പാറമേക്കാവിനും ആവശ്യമുള്ള ആനകളെ അവരും, അതുപോലെ തന്നെ പ്രധാന തിടമ്പെടുക്കുന്ന ഘടകപൂരങ്ങളുടെ ആനകളുടെ അവരെ ഘടകപൂരങ്ങളും ഇതിലുൾപ്പെട്ട തിരുവമ്പാടി പാറമേക്കാവാണ് അവരാണ് തിരുമലകളാണ്. നമ്മുടെ ആനനെ വിളിക്കുന്നു. നമ്മളത് ഏക്കത്തുക കണക്കാക്കാതെ ഈ തൃശ്ശൂർ പൂരത്തിന് പോണ രാമൻ ഏക്കത്തുക വാങ്ങിക്കാതെയാണ് നമ്മൾ സാധാരണ പോകാറ്. വഴിപാട് പോലെയാണ് പോകുന്നത്. നമ്മളതിൻ്റെ ഏക്കത്തുക മേടിക്കാറില്ല. എന്തെങ്കിലും പാപ്പന്മാരുടെയോ അങ്ങനെ തരുന്നവരെന്ന് മേടിക്കും. അല്ലാണ്ട് ഇത് മറ്റേ ഏക്കത്തുക എന്ന രീതിയിൽ മേടിക്കാറില്ല. ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ സാധാരണ ഒരു 14 മുതൽ കുറച്ച് കാലം നെയ്ത്തലക്കാവിൻ്റെ പൂരവിളംബരമാണ് എടുക്കാറ്. അത് കഴിഞ്ഞ ഇടയിൽ 3-4 കൊല്ലം പൂരവിളംബരം എന്ന് പറയുമ്പോൾ 2 ദിവസത്തെ പൂരം രാമൻ വന്നതിന് ശേഷം 3 ദിവസത്തെ പൂരമാക്കി മാറ്റിയത് 2014 മുതൽ. നമ്മൾ പറഞ്ഞാൽ അർത്ഥമല്ലോ. കാരണം എനിക്ക് നമ്മളെന്നെ പ്രൊമോട്ട് ചെയ്യാന്ന് പറയില്ലേ. അപ്പോൾ അപ്പോൾ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താന്നുള്ളത്. അതൊക്കെ അവരുടെ അവകാശങ്ങളാണ്. ആരാണ് ഏത് അമ്പലങ്ങളാണോ അവരിൽ നിന്ന് ക്ഷിപ്തപ്പെടാൻ അത് ആരെ നിയമിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 വർഷം നമുക്ക് നെയ്ത്തലക്കാവിൻ്റെ തിടമ്പെടുക്കാനുള്ള അവസരം ഉണ്ടായി. ഇപ്പോൾ നെയ്ത്തലക്കാവ് ഘടകപുരത്തിൻ്റെ നമുക്ക് അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയദൈർഘ്യം ഒരുപാട് കൂട്ടാണ്. നമുക്ക് രാവിലെ 7:15 കൂടി തെച്ച് തുടങ്ങി കഴിഞ്ഞാൽ 1 മണിക്കാണ് സ്ട്രീമുള്ള സ്ഥാനത്ത്. 2 ദിവസം മുമ്പ് വാർത്ത രാമൻ പൂരത്തിന് ഇല്ല എന്നുള്ള വാർത്ത വന്നിരുന്നത്. അത് ഇത് മറ്റെന്താ പറയുക, ഇത്രയും സമയം എടുക്കുന്നതിൻ്റെ പേരിലാണ് കുറ്റൂർ ദേവസ്വത്തിന് പോകാതിരുന്നത്. അതല്ല, അവർ എല്ലാ വർഷത്തെയും പോലെ നമ്മൾ തന്നെ ഇത്തവണയും ബന്ധപ്പെട്ടിരുന്നു മറ്റേ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 7:30 തുടങ്ങിയിട്ട് 1 മണിക്ക് ശ്രീമോത്സവത്ത് അവസാനിച്ച് വടക്കുന്നാഥനെ പ്രദക്ഷിണം വെച്ചിട്ട് തെക്കേ ഗോപുരനട വഴി ഇറങ്ങി മറ്റേ സമൂഹ മഠത്തിൽ പോയിട്ട് കോലിറക്കി വെച്ചിരുന്ന സമയം ഒരുപാട് കൂടുതലാണ്. 3 മണി 3:15 നമ്മളാവുമ്പോൾ തിരക്ക് കാരണം. അപ്പോൾ നമുക്കും അത് പിന്നെ നമ്മളതിനെ ഉപദ്രവിക്കാൻ തക്കവണ്ണുള്ള പരാതികൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒരു അവസരം ഉണ്ടാക്കേണ്ടത്ര രാമന് ശരിക്കും ശത്രുക്കളുണ്ടാ? അത് ആർക്കും ഉണ്ടാവുമല്ലോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിദ്ധിയും പിന്നെ സ്റ്റാർഡും ഒത്തിരി മറ്റേ സെലിബ്രിറ്റിയുള്ള എല്ലാവർക്കും നാട്ടിൽ സ്വാഭാവികമല്ലേ. അതുപോലെ രാമനുണ്ട്. അത്രയാണ്. അല്ലാണ്ട് അതൊരു സ്ഥായിയായിട്ടുള്ള ശത്രുക്കളാന്ന് പറയാൻ പറ്റില്ല. അത് പിന്നെ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഉത്സവങ്ങളാണ്. പിന്നെ ഇത്തരം ആചാരപരമായ കാര്യങ്ങൾ നടത്തുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ നമുക്കറിയാം. എപ്പോഴും എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്താണ് ആ വിഷയങ്ങൾ വരിക. അത് പൂരങ്ങളുടെ ഏറ്റവും വലിയ പൂരം തൃശ്ശൂർ പൂരമാണ്. അതുകൊണ്ട് ആനകളുടെ ഏറ്റവും വലിയ വിഷയങ്ങൾ വരുമ്പോൾ ആദ്യം അതിനെ ബാധിക്കുക രാമചന്ദ്രനെയാണ്. കാരണം അത് വെച്ചിട്ടുണ്ടെങ്കിൽ തലവെട്ടിയല്ലേ മറ്റേ കടവെട്ടകൾ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ഒരുപാട് പേർക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊക്കെ എല്ലാവരും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് മൊത്തത്തിൽ ഈ കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിയന്ത്രിച്ച് പോകുന്നത്. ഇപ്പം എല്ലാവർക്കും അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഈ ചെമ്പുകാവ് പൂരം രാവിലെ തുടങ്ങി 10:30 ആകുമ്പോഴേക്ക് അവസാനിപ്പിക്കുകയായിരിക്കും. അവർ രാവിലെ അവിടെ 7 മണിക്കാണ് പുറത്തേക്ക് വരിക. പൂരം 6:45 തലക്കെട്ടിട്ടും അവരുടെ കിഴക്കേനടക്കൂടെ പാറമേക്കാവിൻ്റെ മുന്നിലൂടെ കിഴക്കേനടക്കൂടെ ഉള്ളിൽ കയറി പഞ്ചവാദ്യത്തോടു കൂടി വന്ന് തെക്കേ ഗോപുര നടത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ പഞ്ചവാദ്യം അവസാനിക്കും. അത് കഴിഞ്ഞ് പാണ്ഡ്യമേളത്തോടു കൂടി തെക്കേ ഗോപുരനട പുറത്തേക്ക് ഇറങ്ങും. അതിൽ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തെക്കേ ഗോപുരനട ഇറങ്ങി മേളം കൂട്ടുന്നത് ചെമ്പുകാവ് ഭഗവതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഒരു പ്രദക്ഷിണം കഴിഞ്ഞിട്ടാണ് തെക്കേ ഗോപുരനടയുടെ ഉള്ളിൽ കൂടെ തന്നെ ഉള്ളിൽ കയറി വടക്കുന്നാഥൻ്റെ പ്രദക്ഷിണം വെച്ച് കിഴക്കേ ഗോപുരനട വഴി പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ സാധാരണ 9:45 10 മണിക്കുള്ളിൽ കഴിയുന്ന പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 10:30 അവസാനിക്കും. പിന്നെ മറ്റേ എന്താ പറയുക, മറ്റ് പൂരങ്ങളുടെയൊക്കെ പ്രധാന ചടങ്ങുകളുടെ സമയമാകുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് പോരും ചെയ്യാം. തിരക്ക് വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് പോകാൻ പറ്റുന്നതാണ് പ്രതീക്ഷ. തിരക്ക് നമ്മൾ ബോധപൂർവം വരുത്തുന്നല്ലോ. തിരക്കാകുന്നതാണ്. അപ്പോൾ അത് തിരക്ക് എങ്ങനെയാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ആളുകളുടെയും വരുന്ന ആളുകളുടെ പ്രധാനം അനുസരിച്ച് തിരക്കുകളും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്കതിന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാട് വള്ളുവനാട്ടിലെ ഏറ്റവും വലിയ പൂരങ്ങളാണ് തൂതപ്പൂരം, അതുപോലെ പോത്തോഴിക്കാവ് പൂരം, അതുപോലെ വെള്ളിനേഴി മാങ്ങോട്ടുകാവ് പൂരം. ഇതൊക്കെ നമ്മൾ അവിടെ ആഘോഷിച്ച് ആർത്ത് തിമിർത്ത് പോന്നിട്ടുള്ളതാണ്. അവിടെ ഒന്നും ഒരു വിഷയങ്ങളോ ഒരു കാര്യങ്ങളും ഇല്ലെന്ന്. അത്രയും ഇതിനെങ്കിൽ അവിടെയൊക്കെ എത്രയും വലിപ്പമുള്ള അമ്പലപ്പറമ്പുകളോ മൈതാനങ്ങളോ അല്ല, ആളുകൾ ഇതിനെ കയറ്റി വരുന്നതാണ്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂരിൻ്റെ മെയിൻ ശ്രദ്ധാകേന്ദ്രമായ പൂരങ്ങളാണ്. വളരെയധികം ആനകൾ 35, 30 അല്ലെങ്കിൽ 28 അങ്ങനെ അത്രയും ആനകളുള്ള പൂരങ്ങളാണ്. ഇപ്പോൾ ഈ വാണിയമ്പളം കിള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ അമ്പലമാണ്. അത്രയും ആളുകൾ വരുന്ന പൂരങ്ങൾ. ഇതൊക്കെ ഒരു 4 കൊല്ലം എടുക്കുന്ന ആനയാണ്. അപ്പോൾ
തിരക്ക് സ്വാഭാവികമാണ്. അത് ആന എന്ന് പറഞ്ഞില്ലേ, ഒരു ആന എന്ന് പറഞ്ഞാൽ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആന അതിൻ്റെ കാലഘട്ടങ്ങളിൽ അത് ആർജിച്ചു വന്ന അതിൻ്റെ എന്താ പറയുക പ്രസിദ്ധിയും അതിൻ്റെ സ്റ്റാർഡും എല്ലാം ഉപയോഗിക്കുമ്പോൾ തിരക്ക് വരിക സ്വാഭാവികം തന്നെയാണ്. ഈ രാമനെ കുറിച്ച് രാമൻ മറ്റേ വഴക്കാളി ആനയെന്നൊക്കെ പുറത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് എത്ര അടുത്തുനിന്നാലും ആന പ്രത്യേകിച്ച് അങ്ങനെ ഉപദ്രവ കാരണമൊന്നും ഇല്ലല്ലോ. അതായത് ഈ 1984 ഈ ആന ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ 2025 41 കൊല്ലത്തോളം ഈ അടുത്ത ഒക്ടോബർ 41 വർഷത്താവും ദേവസ്ഥയിലേക്ക് വന്നിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ അടക്കം മിനിഞ്ഞാന്നടക്കം ഈ വാർത്തകളിൽ നെഗറ്റിവിറ്റി വരുന്നതിൻ്റെ ഇടയിൽ ഒരു വാർത്ത രണ്ടാമത് വന്നു. ഈ 13 പേര് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഈ 13 പേരെ ചിലർ പാപ്പാമാരെ കൊന്നു എന്ന് പറയുന്നുണ്ട്, 13 പേരെ കൊന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ആളുകളുടെ അഡ്രസ്സിന് നമുക്ക് കിട്ടിയ കൊള്ളായിരുന്നു. കാരണം ഇതിനെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പറയുമ്പോൾ ചോദിക്കാം. ഈ പറയുന്ന മാധ്യമങ്ങളും അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളായാലും ആളുകളുടെ പേര് പറഞ്ഞാൽ നമുക്കൊന്ന് ഗുണകരമായിരുന്നു. കേസുകളും മറ്റതൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള അഡ്രസ്സ് ഒരു 6 പേരുടെയാണ്. അതൊന്നും എന്താ പറയുക ആന ഡയറക്റ്റ് ഉണ്ടായിട്ടുള്ളതല്ല. എന്തെങ്കിലും ആ സംഭവവികാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കാഷ്വാലിറ്റി, അതായത് ഒരു ആന എന്ന് പറഞ്ഞ ജീവിക്ക് അതിൻ്റെ ആകാര വലിപ്പം കൂടുതലായതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് മാറിപ്പോകുന്ന വഴിയിൽ ഉണ്ടാകുന്ന അപകടം, അല്ലാണ്ട് നേരെ ആന പോയിട്ട് ഒരാളെ വേറെ മറ്റൊരാളെ കുത്തിയിട്ടുള്ള ഒരു അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ പാപ്പാമാരെല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ട്. കടുവവേലായുധേട്ടൻ അതുപോലെ തന്നെ ഷിബു 2 പേരാണ് മരിച്ചത്. അവരൊക്കെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് മരിച്ചവരാണ്. ആദ്യം പാപ്പാൻ ഇവിടെ വന്നതിനുള്ള പൈങ്ങളും മുട്ടപ്പെട്ടപ്പോൾ ആരോഗ്യപരമായിട്ട് നടന്നു. കഴിഞ്ഞ ആഴ്ച വരെ വന്നിട്ട് പോയതാണ്. അപ്പോൾ വാർത്തകൾ സൃഷ്ടിക്കുന്ന എല്ലാ മേഖലകളിലും പോയിട്ട് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. കോടതികളിൽ നമുക്ക് തെളിവുകൾ കയ്യിലുള്ള കാരണം കൗണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അതാ പറഞ്ഞേ, ഈ തൃശ്ശൂർപൂരം വരുമ്പോൾ രണ്ടാമതും ഈ ഓൺലൈൻ മീഡിയകളും ചില മാധ്യമങ്ങളൊക്കെ 13 പേരെ കൊന്നു. ഭാഷകൾക്ക് തന്നെ വ്യത്യാസമാണ്. ആയിരിക്കാം അവരുടെ ഉദ്ദേശം എന്താണെന്ന് പറയുന്നവർക്കെല്ലാം അറിയുള്ളൂ, നമുക്കറിയില്ല. തൃശ്ശൂർ പൂരം പങ്കെടുക്കാൻ വളരെ സന്തോഷമാണ് ദേവസ്വത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത് വേണ്ടാന്ന് മറ്റേ ചെമ്പുകാവിൻ്റെ മറ്റേ എന്താ പറയുക നെയ്ത്തലക്കാവ് അങ്ങനത്തെ ആയിരിക്കും. കാരണം അവരോട് സംസാരിച്ചു. അവർ വളരെ നമ്മളായിട്ട് അത്ര അടുത്ത് നിൽക്കുന്ന അമ്പലമാണ്, നമ്മളത്രയും ബന്ധമുള്ളതാണ്, വളരെ അടുത്ത് നിൽക്കണതല്ലേ. അത് കഴിഞ്ഞ് അടുത്ത് നിൽക്കാൻ തന്നെ 2-3 അമ്പലങ്ങളും കിടക്കപ്പുരങ്ങളും നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. എന്തോ അവരുടെ തമ്മിലുള്ള ധാരണപശക്കാർ വേറെ ആനകളെ ഏൽപ്പിച്ചതൊക്കെ കാരണം അവർ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ചെമ്പുകാവ് ഇങ്ങനെ ആന്ന് പറഞ്ഞ് നമ്മുടെ തീരുമാനം തന്നത്. നമ്മളത് ഓക്കെ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ദൂരം വളരെ എടുത്താവും ചെയ്തു. മറ്റേ തിരക്കുകൾക്ക് മുന്നേ പോരും ചെയ്യാം. അപ്പോൾ ആന ജനങ്ങളുടെ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സാമൂഹ്യ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ 2 ദിവസമായിട്ട് ആന ഇല്ലാത്തതിൻ്റെ പേരിൽ നടക്കുന്ന ആ കോലാഹലങ്ങളൊക്കെ നമുക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ അവരാണ് അതിൻ്റെ കിടക്കപ്പുറങ്ങൾ തീരുമാനിക്കേണ്ടത്, അവരാണ് തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആളുകൾ ഇതൊക്കെ അറിഞ്ഞിങ്ങനെ നമ്മളതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും കുറ്റം പറയേണ്ടതല്ല കേട്ടോ, അവരുടെ ആകാംക്ഷ കൊണ്ടും ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് എന്താ പറയുക, ആന വരുമ്പോൾ ഇപ്പോൾ ഭാരവാഹികളെയൊക്കെ കൂടുതൽ ഇതിൻ്റെ നിയന്ത്രണം ചെയ്യുന്ന ഉദ്യോഗസ്ഥ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കാം. കാരണം അവരുടെ ജോലി കൂടുതലും തിരക്ക് വരുമ്പോൾ ഉണ്ടാവും. അതിപ്പോൾ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അതിൻ്റെ തിരക്കുണ്ടാവുമല്ലോ, മുഖ്യമന്ത്രി വരുമ്പോൾ അതിൻ്റെ തിരക്കുണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവും. അത് കാരണം അത് വരുന്നത് ആളുകളുടെ പ്രധാനം അനുസരിച്ച് അതിനെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും.